ബിജുചേട്ടാ നമസ്കാരം. മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത്? മണിപ്പൂരിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത ദിവസങ്ങളില്ല. മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആ, മണിപ്പൂരിലെ അവിടെയുള്ള മിസൈൽ ആക്രമണത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ കാണാം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നലെ ഈ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ വന്നിരുന്ന് പറയാണ് മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് മിസൈൽ ആക്രമണമൊന്നുമല്ല. അത് ബിജുചേട്ടൻ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിരിയിൽ നിന്ന്. മണിപ്പൂരിൽ മിസൈൽ ആക്രമണം നടക്കുന്നില്ല. അവര് ഈ പോംപി എന്ന് പറയുന്ന അവര് തന്നെ നിർമ്മിച്ചെടുത്ത നമ്മൾ ഈ വയനാട്ടിലൊക്കെ ഈ ആനയൊക്കെ ഓട്ടിക്കാനായിട്ട് ഈ PVC പൈപ്പ് വെച്ചിട്ട് നമ്മൾ ശബ്ദം ഉണ്ടാക്കത്തില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിനകത്ത് വെടിമരുന്നിട്ടിട്ട് അവർ ഫയർ ചെയ്യുകയാണ്. അല്ലാതെ നമ്മുടെ മിസൈൽ ആക്രമണമല്ല നടക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു കാര്യമുണ്ട്. മണിപ്പൂരിന് മ്യാൻമറിന്റെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും ഫണ്ടിങ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഏത് വിങ് ആണെന്ന കാര്യം ഞാനിപ്പോ ഓർക്കുന്നില്ല. അപ്പോ കഴിഞ്ഞ ദിവസം ഇംഫാലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടാണ് ഇപ്പോ അവർ തുടങ്ങിയിരിക്കുന്നത്. ആ ബാനർ ഞാൻ കണ്ടു. ആ ബാനർ സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു ബാനറാണ്. ലീവ് മണിപ്പൂർ എലോൺ എന്നാണ് ആ ബാനറിൽ എഴുതിയിരിക്കുന്നത്. ലീവ് മണിപ്പൂർ എലോൺ എന്ന് പറഞ്ഞാൽ മണിപ്പൂരിനെ വെറുതെ വിടൂ എന്നുള്ളതാണ്. ഒരു വിഘടനവാദത്തിന്റെ ഒരു ചുവ അതിനകത്തുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ 2000 കേന്ദ്ര സേനാംഗങ്ങളെയാണ് ഇപ്പോൾ മണിപ്പൂരിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ വാർത്തയൊന്നും നമുക്ക് പുത്തരിയല്ല. പ്രധാനമന്ത്രി ഒരുപാട് സമയം മണിപ്പൂരിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മണിപ്പൂര് ഇതുവരെയും ശാന്തമാകാത്തത്? അവിടെ ഇന്റർനെറ്റ് അടക്കം നിരോധിച്ചു കഴിഞ്ഞു. വലിയ ഒരു നീക്കം മണിപ്പൂരിലേക്ക് നടത്താനുള്ള എന്തെങ്കിലും ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി ഉണ്ടാകുമോ? മണിപ്പൂരിലെ ഗതി എന്താണ്? ഇന്നലെ അല്ലായിരുന്നു ധനുഷ ഏഷ്യാനെറ്റ് ഇത് ചർച്ചയ്ക്കെടുത്തതും ഈ ചർച്ചയ്ക്കിടയിൽ അവിടെ ഈ പാകിസ്ഥാന് സഹായം ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു അതെ വർഷക്കാലമായിട്ട് ഞാനും ധനുഷും ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അതെ അതെ അതെ. വർഷമല്ല, അതിന് മേളിലായി നമ്മൾ ഇത് തന്നെ പറയുന്നു. ചൈനയുടെ പിന്നെ ഫണ്ടുണ്ട്, പിന്നെ പിന്നെ ചൈനക്ക് ഈ മ്യാൻമാറിലുള്ള ഗ്രൂപ്പിനെ ചൈന സഹായിക്കുന്നു, ആ ഗ്രൂപ്പാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ പറയുന്നു. ഉം, ഇതിനകത്ത് ഉം. ഇതിനകത്ത് വിദേശ സംഘടനകളുടെ പങ്കുണ്ട് എന്നുള്ളത് നമ്മുടെ അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഒരു സ്ത്രീ അടക്കം 6 പേരെ അതിന്റെ പേരിൽ അകത്താക്കിയിട്ടുമുണ്ട്. അത് ഇപ്പോഴല്ലല്ലോ അതെ. ഇതൊന്നും നമ്മൾ പറയേണ്ടത്. ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോഴെന്താണ് ആരും മണിപ്പൂരിനെ കുറിച്ച് പറയാത്തത്? മണിപ്പൂരിൽ മോദി ഉം, ഇടപെടണമെന്ന് ആരും പറയുന്നില്ല. മണിപ്പൂരിൽ അതെ. വംശഹത്യ എന്ന് ആരും പറയുന്നത് കാരണം എന്താണ്? ഇത് തീവ്രവാദമാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ പകൽ പോലെ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കറക്റ്റ്. ഇപ്പോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ധനുഷ് പറഞ്ഞത്, ഞാൻ ആ ചർച്ച കണ്ടില്ല, പക്ഷെ അതിനകത്ത് പറയുന്നത് ഇതാണ്: നമ്മൾ ഇത് പ്രാദേശികമായി നിർമ്മിച്ച മിസൈലാണ് എന്ന് തന്നെയാണ് വാർത്തകളിലെല്ലാം തന്നെ പറയുന്ന കാര്യം. മിസൈൽ അല്ലാതെ ഉം, ആകുന്നില്ലല്ലോ, പ്രാദേശികമായി നിർമ്മിച്ച മിസൈലാണ്. ഇത് ആനകളെ അതെ. ഓടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരാൾ കൊല്ലപ്പെടുകയും 4 പേര് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രി കിടക്കുകയും ചെയ്യില്ലല്ലോ. ആനകളെ സൗണ്ട് അതെ. വെച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോ അതെ. ഇത് അല്ല, ഉണ്ടാകില്ല. അത് ഞാനൊരു എക്സാമ്പിളിന് പറഞ്ഞതാ. അവര് PVC പൈപ്പ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പോംപി അതെ, എന്ന് പറയുന്ന പ്രാദേശിക ഒരു സംഭവമാണെന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മളും പറഞ്ഞിരുന്ന കാര്യം. ഇനി മണിപ്പൂരിന്റെ ഉം, യഥാർത്ഥ വിഷയം തുടങ്ങുന്നത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എല്ലാം ഡിവൈഡ് ചെയ്യപ്പെടുന്നതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. അതായത് ഉം, നാഗാലാൻഡ് ഉണ്ടായത് എങ്ങനെയാണ്, മിസോറാം ഉണ്ടായത് എങ്ങനെയാണ്, മണിപ്പൂർ ഉണ്ടായത്, ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഉം. ഈ പിന്നെ സെവൻ സിസ്റ്റേഴ്സ് പ്ലസ് വൺ ബ്രദർ എന്നാണ് പറയുന്നത്, സിക്കിമിനെ കൂടെ ചേർത്തിട്ട്. ഉം, അങ്ങനെയാണ് 8 ഉം, ഉം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വരുന്നത്. അപ്പൊ ഉം. അതിനകത്ത് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 2 ടൈപ്പ് ആളുകളാണ് അവിടെ ഉള്ളത്. കാരണം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരുണാചൽ പ്രദേശ് അടക്കം നമ്മൾ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചൈനയുമായിട്ടൊക്കെ അതിർത്തി പങ്കിട്ട പ്രദേശങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഒന്നിച്ചു കിടന്ന ഉം. ഒരു പ്രദേശങ്ങൾ. പിന്നീട് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ അണ്ടറിലായിരുന്ന പ്രദേശങ്ങൾ. അവര് വളരെ ഉം. കാലത്തിന് ശേഷം പോയി വിട്ടിട്ട് പോയ പ്രദേശങ്ങൾ. ഇതിനൊന്നും കൃത്യമായി നമ്മുടെ രാജ്യത്തെ ഒരു വലിയ വിഷയം, ഈ അതിർത്തി തർക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം, നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു അതിർത്തി ഇല്ല എന്നുള്ളതാണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രധാന വിഷയങ്ങളുടെ കാര്യം, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം വിട്ടിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു അതിർത്തി അവർ വരച്ചു വെക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. അതായത് നമുക്ക് അന്താരാഷ്ട്ര അതിർത്തി ഇപ്പോൾ നമ്മളാണ് വീണ്ടും അത് ഇവിടെയാണ് നിങ്ങളുടെ അതിർത്തി, ഇവിടെയാണ് ഞങ്ങളുടെ അതിർത്തി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഇത് തന്നെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ബേസിക് പ്രശ്നം. കഴിഞ്ഞ കുറച്ചുനാൾക്ക് മുമ്പ് മിസോറാമും തൊട്ടടുത്ത് കിടന്ന മേഘാലയയും തമ്മിൽ ഒരു വലിയ സംഘർഷം നടന്നത് ധനുഷ് ഓർക്കുന്നുണ്ടാകും. അവരുടെ 2 അതെ അതെ. സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളുടെ വീടുകളൊക്കെ നിന്ന് കത്തിയത് എന്താണ്? അവിടെ നിന്ന് വന്ന ചിലരെ ഉം. ഇപ്പുറത്തെ പോലീസ് കൈകാര്യം ചെയ്തതിലാണ് പ്രതിഷേധം. ഇതിനകത്ത് ആരുടെ ഭാഗമാണെന്ന് അറിയുന്നത് ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെ ഒന്നാമത്തെ വിഷയം. അതാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ആദ്യം പരിഹരിക്കാൻ ശ്രമിച്ചൊരു വിഷയമാണ്. അതിൽ കുറച്ചൊക്കെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും.
കാരണം ഒന്നാമത്തെ വിഷയം അതിർത്തി പ്രശ്നം തന്നെയാണ്. കാരണം ഇതിനകത്തെ ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തികൾ ഇവര് ആണ് അതിർത്തി പറയുന്നത്, ഇന്ന അതിർത്തി ഞങ്ങളുടെയാണ്, അവരുടെ അതിർത്തി. അതിനകത്തൊരു സമവായത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ അവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം ഗോത്രവർഗ മേഖലകളാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം. ഉം. മലനിരകളിൽ താമസിക്കുന്ന അതെ. ഗോത്രവർഗങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുള്ള സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ ഉം. യൂണിയനിൽ ലയിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഭരണഘടന ചില ഉറപ്പുകൾ നൽകിയിരുന്നു. ഇപ്പോഴും ആ ഉറപ്പുകളുണ്ട്. അവർക്ക് ചില ഓട്ടോണമസ് ബോഡികളാണ് ഇപ്പോഴും ഈ വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ വിഷയം. അതായത് അവിടുത്തെ ആസാമിലെ വിഷയം എന്താണ്? ആസാമിലെ വിഷയം 1971 മുൻപ് കുടിയേറിയവരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ, അതിനുശേഷം വന്ന ആരെയും അംഗീകരിക്കില്ല. ഇത് പറയുമ്പോൾ നമ്മൾ കരുതും ഉം. ഇത് മുസ്ലിംസ് മാത്രമാണ് കുടിയേറിയെന്ന്. അല്ല, ഹിന്ദുക്കള്, ഈ ബംഗാളി ബ്രാഹ്മൺസ് ഉണ്ട് ബംഗ്ലാദേശിൽ നിന്ന്, ഒരുപാട് പേര് ഈ ആസാമിൽ കുടിയേറിയിട്ടുണ്ട്. അവരുൾപ്പെടെ പോകണമെന്നാണ് പറയുന്നത്. അതിന്റെ ചർച്ചകളാണ് അവിടെ നടക്കുന്ന വിഷയം. അവരുടെ പൗരത്വ ഭേദഗതി ഉം. സമരം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അതായത് 1971 ശേഷം വന്ന് ഒരാളും ഇവിടെ വേണ്ട എന്നുള്ളതായിരുന്നു അവരുടെ ഒരു വിഷയം. ഉം. അപ്പോ അതിനകത്ത് ആസാമികൾ പറയുന്നത് ചില കാര്യങ്ങളുണ്ട്. ഇവിടൊക്കെ വളരെ രസകരമായ ഒരു കാര്യം, അതിൽ ഈ ആസാമിലും ഒക്കെ ഉള്ള ഒരു സംഭവം വെച്ചാൽ അവിടുത്തെ മുസ്ലിങ്ങള് ഇതിന് അനുകൂലമാണ്. ഉം. ഏതാ പൗരത്വ ഭേദഗതി നിയമം വരുന്നതിന് അനുകൂലമാണ്. കാരണം അവര് പറയുന്നത് ഇവിടെ നിന്നുള്ള മറ്റുള്ളവരെ പുറത്താക്കിയിട്ട് വേണം ഇത് നടപ്പാക്കാൻ. അങ്ങനെ കുടിയിരുത്താൻ അവർ ഉം. അനുകൂലിക്കുന്നില്ല. ഇതാണ് അതിനകത്ത് നമ്മൾ ഉം. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ പല സംസ്ഥാനങ്ങളിലും തദ്ദേശീയരായ മുസ്ലിങ്ങൾ, ബംഗാളിലും തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് ഈ വരുത്തന്മാരായ മുസ്ലിങ്ങളോട് താല്പര്യമില്ല. കാരണം അവർ വന്നതിന് ശേഷമാണ് ഇവരുടെ ഉം. പല അവകാശങ്ങളും കവർന്നെടുത്തത്. ഇപ്പൊ അസാമിലെ കാര്യം നമ്മൾ ഉം. നോക്കിക്കഴിഞ്ഞാൽ 6 ജില്ലകളിൽ അവര് മെജോറിറ്റിയാണ്. 25ഓളം MLA അവർക്കുണ്ടായിരുന്നു. ഏതാ വന്നു കയറിയ ഉം. റോഹിംഗ്യ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക്. അപ്പം സ്വാഭാവികമായി അവിടുത്തെ തദ്ദേശീയരായ അസാമി മുസ്ലിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് കിട്ടുന്ന സംവരണം, ഇതെല്ലാം പോകും സ്വാഭാവികമായും. അവിടെ ഉം. ജനിച്ചു വളർന്ന ഒരുത്തിന് അത് പ്രശ്നം ചെയ്യില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജും പ്രിഫറൻസും ഒക്കെ പുറത്തുനിന്ന് ഇന്നലെ വന്ന ഒരാൾക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു കലിപ്പുണ്ട്. ആ കലിപ്പ് തന്നെയാണ് ഇതിന്റെ ബേസിക്. മൂന്നാമത്തെ വിഷയം അത് തന്നെയാണ്. ഉം. ഈ 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ ഗോത്രവർഗങ്ങളുടെ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ അക്രമങ്ങൾ നടത്തുകയും അതുമൂലം സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ആണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഉം. പോയിക്കൊണ്ടിരുന്നു. 1960 കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു സായുധ കലാപമായി മാറി. ഉൾഫ വന്നു, അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകൾ വന്നു. അവർ സായുധ കലാപമായി മാറി. മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ വ്യോമസേന ബോംബിട്ട ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്, ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട്. അതെ. അപ്പോ ഇങ്ങനെയുള്ളതുണ്ട്. നാഗന്മാര് പ്രശ്നങ്ങൾ, കുക്കി, മെയ്ത്തി, അങ്ങനെ അനവധി ആളുകൾ, വിവിധ പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനവും രൂപീകരിക്കും. അപ്പം 1968 ആദ്യത്തെ വലിയ രക്തരൂഷിതമായ കലാപം നടക്കുന്നതും ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുന്നു. ഉം. അതിനുശേഷം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ട് ഒരു സർക്കാരിനും ഇതിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ ഗോത്രവർഗങ്ങളെ ൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അത് നമുക്ക് ഒറ്റയടി, ഇപ്പൊ കാശ്മീരിൽ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കയറി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഭീകരന്മാരും ഇല്ല, കാശ്മീരിലെ ഭീകരന്മാരെ ഒറ്റയടിക്ക് നമുക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഉം. ഭീകരവാദത്തിലേക്ക് മാറിയിരുന്നു. പിന്നീട് ഈ ഉം. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ ഭീകരവാദത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ഈ അവിടുത്തെ ചില സംഘടനകൾ, പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കാൻ തുടങ്ങി. ഏതാണ്ട് മണിപ്പൂരിൽ ഉം. 18ഓളം സംഘടനകളുണ്ട്. നമ്മൾ ഈ കാണുന്ന കുക്കി, മെയ്ത്തി വിഭാഗങ്ങളിൽ തന്നെ 18ഓളം സംഘടനകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഉം. ചോദിക്കും എന്തിനാണ് ഈ 18 സംഘടന എന്ന് ചോദിച്ചാല്, പ്രാദേശികവാദമുണ്ട് ഇതിനകത്ത്. അതായത് ഉം. മണിപ്പൂരിനകത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിൽ ഒരു 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 സംഘമാണ്. തിരുവനന്തപുരം സെൻട്രൽ വട്ടിയൂർക്കാവിൽ ഒരു സംഘം. ഉം. അങ്ങനെ ഡിവൈഡ് ഉം. ചെയ്ത് അനവധി സംഘങ്ങൾ വേറെയുണ്ട്. ഇവർ ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാല് അതുവഴി പോകുന്ന വാഹനങ്ങളുടെ കരം പിരിക്കുക, ജനങ്ങളുടെ കയ്യിൽ നിന്ന് കരം പിരിക്കുക, ടോള് പിരിക്കുക, ഉം. ഇതൊക്കെയുള്ള ഒരു സമാന്തര ഭരണകൂടം നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. സത്യത്തിൽ നമ്മുടെ പണ്ടത്തെ ഉം. കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പിടിച്ചുപറിക്കാറുണ്ട്. ഈ വഴിയിലൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കും. അതേ രീതിയിലേക്ക് അവർ മാറി. ഇതാണ് അതിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനായിട്ട് എത്തിയത്. പിന്നീട് ഇത് എന്തുകൊണ്ട് ഇപ്പോഴും ഈ സംഘർഷം രൂക്ഷമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് ഒന്ന്, നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനും മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനും വിദേശ ശക്തികൾ ഈ മോദി കയറിയ 2014 മുതലേ ഉള്ള ശ്രമമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും നമ്മുടെ ഇന്റലിജൻസ് എവിടെ പോയി, സൈന്യം എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് പിടിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല ഇത്. അങ്ങനെ ഈ കഴിഞ്ഞ അതെ. കുറെ നാൾ മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. ഈ മ്യാൻമാറിന്റെ ഭാഗവും ഉം. മണിപ്പൂരിന്റെ ഭാഗവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. അതൊന്ന്. രണ്ട്, ഈ ചൈനീസ് സർക്കാർ ഫണ്ട് ചെയ്യുന്ന മ്യാൻമാർ ഗ്രൂപ്പുകളുണ്ട്. ഈ എന്താ സായുധ കലാപം നടത്തുന്ന ഗ്രൂപ്പുകളുണ്ട്. അവർ തന്നെ ഉം. ഈ നമ്മുടെ മണിപ്പൂരിനും ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈ 2 ഗ്രൂപ്പുകളുണ്ട്.
ഇത് കൂടാതെ ഉം, ഇതിനകത്ത് ഒരു ലിങ്കിങ് പോകുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ കാശ്മീരിലുള്ള ഭീകരരുമായിട്ട് ഇതിനൊരു ലിങ്കിങ്ങും കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇത് കിടക്കുന്നത് ഉം, ചെറിയൊരു രീതിയിലേക്കല്ല, വലിയൊരു രീതിയിലേക്ക് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ഒരു അത് വിഷയം. ഇനി അവിടെ നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം വെച്ചാൽ ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതൊരു ഭീകരവാദത്തിന്റെ ലൈനിലേക്ക് മാറി. ഇതിനിപ്പോ ഉം, ഭീകരവാദം എന്ന് തന്നെ പറയാൻ പറ്റും, വംശീയ പ്രശ്നമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് വംശീയ വിഷയങ്ങളല്ല, ഉം, വംശീയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന അത് ഈ അവിടെയൊക്കെ ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉള്ളത് നമ്മുടെ മലയാളി അച്ഛന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്, മലയാളി വൈദികരൊക്കെ. ഉം, ഉം, അപ്പൊ അവിടെയുള്ള വൈദികർ അങ്ങനെ പറയാറില്ലെങ്കിൽ പോലും ഈ പല വൈദികരും പറയുന്നത് മണിപ്പൂരിന് മുഖത്ത് ഭയങ്കര വിലാപമായിരുന്നു. ഇപ്പൊ എന്താ വിലപിക്കാത്തത്? മോദി ഇടപെടണമെന്ന് പറയാതെ മോഡി ഇടപെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സ്വന്തം നെഞ്ചിൽ പന്തം കുത്തുന്ന പോലെ ആയി പോകും കാര്യം. ഉം, ഉം, കാരണം ഉം, അവിടെ അവരടിക്കുന്നത് ഇപ്പൊ അത് തീവ്രവാദത്തിന്റെ ലൈനിലേക്ക് പോയി. എങ്ങനെയാണോ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് ഉം, നമ്മുടെ കേന്ദ്ര രാജ്നാഥ് സിംഗ് ആണ് എന്ന് തോന്നുന്നു. അതായത് കാശ്മീരിൽ ഉം, എങ്ങനെയാണോ ഭീകരരെ നേരിട്ട് അതേ മാതൃക പറഞ്ഞു കഴിഞ്ഞു. കാരണം നമുക്കിപ്പോൾ ഒരു വിഷയമുണ്ടെങ്കിൽ അതിനുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടത്താം. പക്ഷെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മീഡിയാസ് അടക്കം ഇപ്പോൾ വലിയ അറ്റൻഷൻ ഒന്നും കുറെ നാളുകളായി മണിപ്പൂരിന് നൽകാറില്ല. നമ്മുടെ ഈ ഉം, കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ഈ മണിപ്പൂരിന് ഈ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് ഉം, ചോദിച്ചാൽ അതൊരു ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമാക്കി അവർക്ക് മാറ്റണം, അതിനെ നിലനിർത്തണം. അതുകൊണ്ടാണ് ഇപ്പോഴതും പറ്റുന്നില്ല. കാരണം നാഷണൽ മീഡിയാസ് നമ്മളുടെ ആളുകൾ ഒരുപാട് കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലാകാൻ തുടങ്ങിയത്. ഉം, ഈ വിഷയങ്ങൾ ഇപ്പോൾ കേന്ദ്രം പറഞ്ഞത്, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രം പറഞ്ഞത് 7 മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആ ഏഴ് ഉം, മാസം തീരാൻ ഇനി 2-3 മാസം കൂടി അവശേഷിക്കുന്നുള്ളൂ. ഇനി അവിടെ ഒരു ഉം, നടക്കുന്നത് ഒരു സൈനിക ഓപ്പറേഷൻ ആയിരിക്കും. ഈ അപ്സ നിയമം എടുത്ത് കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. സൈനിക ഉം, നിയമം എടുത്ത് മാറ്റിയായിരുന്നു. അവിടെ എല്ലായിടത്തും മാറ്റിയില്ല, കുറച്ച് ജില്ലകൾ. അതൊക്കെ ഇപ്പൊ വീണ്ടും ശക്തമായി വരികയും വളരെ ഉം, രൂക്ഷമായ രീതിയിൽ ഇവരെ നേരിടുകയും ചെയ്യും. ഇതിനകത്തൊരു ബേസിക് കാര്യം അത് നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. അത് പറയാതെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പൊട്ടന്മാരല്ല എന്നൊരു ധാരണ കൂടി എല്ലാവർക്കും വേണം. ഈ കുക്കികൾ വന്നു കയറിയവർ തന്നെയാണ്. പക്ഷെ അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗവുമാണ്. വന്നു കയറി പരമ്പരാഗതമായി വന്നു കയറിയ ഒരു വലിയ വിഭാഗം തന്നെയാണ്. അതിനിടയിലുള്ള തീവ്രവാദികളെ വെള്ള പൂശിക്കൊണ്ട് ഇത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇനി അഥവാ അത് അതെ. ക്രിസ്ത്യാനിയാണ് മരിക്കുന്നതെങ്കിൽ അത് മരിക്കേണ്ടവർ ആയ ക്രിസ്ത്യാനികളാണെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഭീകരവാദി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ഒന്നും ഇല്ല. മിസൈൽ വിടുന്നവൻ ഉം, അത് പ്രാദേശികമായി നിർമ്മിച്ചതായാലും തോക്ക് ഉപയോഗിച്ചാലും ഉം, ഭീകരവാദം തന്നെയാണ്. അത് ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും ഒരേപോലെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഉം, നമ്മൾ അവരെ കുക്കി തീവ്രവാദികളും തന്നെ നമ്മൾ ആ വിളിക്കണം, അഭിസംബോധന ചെയ്യേണ്ട ആ വാക്കതാണ്. അതല്ല ഉം, വംശീയ കലാപമെന്നോ അതല്ല എങ്കിൽ അത് ഇരുവിഭാഗമെന്നോ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ കുക്കി തീവ്രവാദികൾ എന്ന് തന്നെ പറയണം. അവിടെ ഈ സമാധാനത്തിന്റെ ചർച്ചകളെല്ലാം പുരോഗമിച്ചിരുന്നു. ഈ ഉം, സമാധാനത്തിന്റെ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ സർക്കാർ നേരിട്ടല്ലായിരുന്നു. ബിരേൻ സിംഗ് ആണ് അവിടെ ഭരിക്കുന്നത്. ബിരേൻ സിംഗ് നേരിട്ടല്ലായിരുന്നു. കാരണം ബിരേൻ ഉം, സിംഗ് മെയ്തി വിഭാഗത്തിൽപ്പെടുന്നതാണ്. മെയ്തികൾ 54% അപ്പോ അവിടുത്തെ ഉം. എന്തായിരുന്നു അടിസ്ഥാന പ്രശ്നം? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ കലാപം ഉണ്ടാകാനുള്ള അടിസ്ഥാന പ്രശ്നം ആദ്യത്തേത്, 2021 ഒരു വിധി വരുന്നു, ഒരു കേസ് വരുന്നു. അതെ. ഉം, 2023 ആകുമ്പോഴത്തേനും ഒരു വിധി വരുന്നു. അവിടുത്തെ മേറ്റി വിഭാഗത്തിനെ SC ST പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നു. ഉം, ഉം, ഇതിനെതിരെയാണ് കുക്കികൾ സമരം തുടങ്ങുന്നത്. അതിനുശേഷം ആ കോടതി തന്നെ ആ വിധി പിൻവലിച്ചു. അപ്പൊ ആ ഉം, പ്രശ്നം തീരേണ്ടതല്ലേ? അവിടെ തീർന്നില്ല. അവിടെ തൊട്ട് പിന്നെയും പിന്നെയും വിഷയങ്ങളാകുന്നു. ഞങ്ങൾക്ക് പ്രത്യേക പ്രദേശം വേണം, സ്വയംഭരണാവകാശമുള്ള പ്രദേശം. അത് സ്വാഭാവികമായി അവിടെയൊക്കെ ചില പ്രദേശങ്ങളിൽ ഈ ഓട്ടോണമസ് ബോഡി നൽകേണ്ടതായിട്ടുണ്ട്. അത് ഉം, നൽകാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുമുണ്ട്. അതൊന്ന്. ഉം, രണ്ടാമത്തെ കാര്യം, അത് മാറി 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 ഓരോ വിഷയങ്ങളിലേക്ക് അത് പോകും. അത് ഒരിക്കലും ഇത് തീരരുതെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നുമില്ല, ശാന്തമായി മുമ്പോട്ട് പോകുന്നു. ബീരൻ സിംഗ് ഉം, സർക്കാർ ഒരു ഇടനിലയ്ക്ക് ഒരാളെ വെച്ചിരിക്കുന്നു. ഈ ഇടനിലയ്ക്ക് ഉള്ള ആളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഹിൽസ് അസോസിയേഷന്റെ, അവിടുത്തെ ഈ മലനിരകളുടെ ഓട്ടോണമസ് ബോഡിയുടെ ചെയർമാനെയാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇവരുമായിട്ടെല്ലാം നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ചർച്ച നടത്തി അത് സമവായത്തിലേക്ക് എത്തുന്നത് സമയം നോക്കി തന്നെയാണ്. ഈ കുക്കി തീവ്രവാദികൾ ഇപ്പൊ നടത്തിയ ഈ വെടിവെപ്പും അപ്പൊ തന്നെ ഈ ഉം, മിസൈൽ ആക്രമണവും ഒക്കെ, ഡ്രോൺ ആക്രമണവും ഒക്കെ അവർ ഉം, നടത്തുകയുണ്ടായി. അതായത് ഈ ചർച്ച പൊളിക്കുക, സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകരുത്. ഇവിടെയാണ് വിദേശ ശക്തികളുടെ കൈ ഉണ്ട് എന്ന് സ്പഷ്ടമാകുന്നത്. കാരണം ഒരു രാജ്യത്തെ ഉം, ജനമാകുമ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിച്ച് സമവായത്തിന് പോകുന്നതിന് പകരം അവർ ചെയ്തത് സമവായത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ വലിയ രീതിയിൽ കലാപം അഴിച്ചുവിടാനാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ അവിടെ അഴിച്ചുവിട്ടത്. ഉം, സ്വാഭാവികമായി നമുക്കറിയാം, പോരാട്ട വീര്യമുള്ള ജനമാണ് ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ കിടക്കുന്നത്. ഗോത്രവർഗ അതെ. വിഭാഗങ്ങളാണ്. അപ്പൊ ഒരു വിഭാഗത്തിന് നേരെ നിരന്തരമായിട്ട് ഈ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും വെടിവെപ്പ് നടത്തിയാൽ സ്വാഭാവികമായി അവർ തിരിച്ചടിക്കും. അതിന്റെ ഉം, ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂർ സ്റ്റുഡൻസ് യൂണിയൻ ഒരു പ്രതിഷേധ ഉം, മാർച്ച് അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഉം, അവരുടെ ആവശ്യം DGP മാറ്റണം എന്നുള്ളതാണ്. ഉം, DGP മാറ്റുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം.
നമ്മുടെ കേരളത്തിലും ADGP മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുകലൊക്കെ നടക്കുന്നുണ്ട്. ഉം, അതുപോലെയല്ല ഇത് മണിപ്പൂരിലെ DGP, കാരണം അവിടെ ഈ പോലീസ് സംവിധാനത്തിൽ കുറെ പോരായ്മകൾ മണിപ്പൂരിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം ഉം, തന്നെയാണ്. ഉം, അപ്പോ ഈ ഇതിൽ കുറെ പോലീസുകാരൊക്കെ മണിപ്പൂർ കലാപം തുടങ്ങിയ സമയത്ത് 2023-ലൊക്കെ കുറെ പോലീസുകാരൊക്കെ നാട് വിട്ടു പോവുകയും ഈ മറ്റവരുടെ കൂടെ ചേരുകയൊക്കെ ചെയ്തു. കാരണം അവർക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ, കാരണം ഈ ഉം, ഭീകരവാദികളുടെ അത്രത്തോളം പ്രഷറാണ് അവർക്കുള്ളത്. അപ്പൊ അതിന്റെ ഒരു രാജ്ഭവൻ മാർച്ചൊക്കെ നടത്തി, രാജ്ഭവൻ നേരെ കല്ലെറിഞ്ഞു. ആ സമരം ഇന്നലെ വൈകുന്നേരം വരെ അവിടെ തുടർന്നു. ഉം, അവരിന്നലെ ഒരു അന്ത്യശാസനം നൽകിയത് DGP-യെ മാറ്റണമെന്നൊരു അന്ത്യശാസനമാണ്. ആ വൈകുന്നേരം ആയപ്പോഴേക്കും സംസ്ഥാന സർക്കാർ ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ കർഫ്യൂ പ്രഖ്യാപിച്ചു. അതിനുശേഷം സ്കൂളുകളെല്ലാം കോളേജും അടച്ചിട്ട് ഇന്റർനെറ്റ് ഉം, അങ്ങ് വിച്ഛേദിച്ചു. ഇനി 5 ദിവസത്തേക്ക് മണിപ്പൂരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ വഴി മാത്രമേ നമുക്ക് എന്തെങ്കിലും വാർത്തകൾ നമുക്ക് ലഭ്യമാകുള്ളൂ. എനിക്ക് ഉം, തോന്നുന്നു ഈ 5 ദിവസത്തിനുള്ളിൽ ഒരു ശക്തമായ ഒരു തിരിച്ചടി സൈന്യം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഭീകരവാദികളെ ഉം, എങ്ങനെയാണോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ആ രീതിയിൽ. ഇന്ന് രാവിലെ നമ്മൾ ഉം, കേട്ട മറ്റൊരു വാർത്ത, ഈ മണിപ്പൂർ ഉം, സർക്കാരിന്റെ വളരെ കാലത്ത് ഒരു ആവശ്യമുണ്ടായിരുന്നു, ഈ മണിപ്പൂരിൽ നടക്കുന്ന വിഷയങ്ങൾ NIA അന്വേഷിക്കണമെന്ന്. കാരണം ഉം, ഉം, ഇതിനു മുമ്പ് മണിപ്പൂരിൽ കഴിഞ്ഞ വർഷം പിടികൂടപ്പെട്ട ചിലർക്ക് മ്യാൻമാറുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ബന്ധമുള്ള വനിത ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ബന്ധമുള്ളവർ. ഉം, അപ്പം അങ്ങനെ ഉള്ള ഒരു കേസാണ്. അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കേസാണ്, അത് NIA ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏതായാലും ഉം, NIA മണിപ്പൂരിലെ കേസുകൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഉം, ഒരു ഉം, ഏജൻസി ഇപ്പൊ നമ്മുടെ കാശ്മീരിന് സമാനം, കാശ്മീരിലെ കേസുകളൊക്കെ NIA അന്വേഷിക്കുന്നതിന് സമാനമായിട്ട് ഇപ്പൊ മണിപ്പൂരിൽ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അഞ്ച് ഉം, ദിവസത്തിനുള്ളിൽ ഒരു ശക്തമായി തന്നെ ഈ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇപ്പൊ തന്നെ നിലവിൽ തന്നെ ഒരു 3-4 ബങ്കറുകൾ, ഈ തീവ്രവാദികളുടെ ബങ്കറുകൾ പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു സൈന്യം. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ അറ്റാക്ക് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പം മണിപ്പൂർ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇനി നീണ്ടു നിവർന്ന് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ 5 വർഷം തികച്ചും കിടക്കുക. കാരണം അവർക്ക് ഇനി ഒരു തെരഞ്ഞെടുപ്പില്ല. മണിപ്പൂരിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ 10 വോട്ട് പോകുന്നോ കൂടുന്നോ എന്നുള്ള ഒരു വിഷയമേ അല്ല അവരെ സംബന്ധിച്ച്. ഉം, അവിടെ ഒരു ശാശ്വത ഉം. സമാധാനമാണ് അവർക്ക് അനിവാര്യമായിട്ടുള്ളത്. ഇവിടെ എന്താ അതെ. സംഭവിക്കുന്നത് വെച്ചാൽ ഈ കുക്കി വിഭാഗക്കാർ എന്നും ഒരു പ്രശ്നകാരികൾ തന്നെയായിരുന്നു. അവര് കുക്കി ഉം, വിഭാഗം നമ്മൾ പറയുമ്പോൾ അവര് ബേസിക്കലി ക്രിസ്ത്യാനികളൊന്നും അല്ല, അവര് ഉം, പിന്നീട് കൺവെർട്ടഡ് ആയിട്ട് വന്നവരാണ്. ഇവരും നാഗന്മാരും അതെ. തമ്മിലായിരുന്നു ആദ്യത്തെ പ്രശ്നം. നാഗന്മാരും കുക്കികളും എത്രയോ വർഷക്കാലം അടിച്ചു, എത്ര ആയിരക്കണക്കിന് പേര് മരിച്ചില്ലേ. ഈ ഉം, മെയ്തികളായിട്ടുള്ള പ്രശ്നം തീർന്നാലും കുക്കികളും നാഗന്മാരും വീണ്ടും അടിക്കാൻ തുടങ്ങും. കാരണം ഇതൊരു ഉം, എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരിടയ്ക്ക് അതിനിടെ കുത്തിത്തിരിപ്പും ഭീകരവാദം കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ രീതിയിലേക്ക് പോകുന്നത്. ഇപ്പോഴെന്താണ് ഇവരിത് പറയാത്തതെന്ന് പറഞ്ഞാൽ ഇനി എരവാദം പറയാനുള്ള സ്കോപ്പ് ഇല്ല മലയാള ഉം, മാധ്യമങ്ങൾക്കില്ല. അതായത് ഈ മണിപ്പൂരിലെ വിഷയം പറഞ്ഞ മലയാള മാധ്യമങ്ങൾക്കില്ല, രാഷ്ട്രീയ ഉം, പാർട്ടികൾക്കില്ല, അവരെ പിന്തുണച്ച കേരളത്തിലെ ചുരുങ്ങിയ ചില വൈദ്യർക്കില്ല. ഇനി ആർക്കും ഇത് പറയാനുള്ള അവകാശമില്ല. കാരണം ടെററിസത്തെയാണ് അവർ പിന്തുണയ്ക്കേണ്ടി വരുന്നത്. ഉം. ഇരവാദം എന്നല്ല ഇനി പറയുന്നത്, ടെററിസത്തെ ആരും പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. കാരണം മോഡി അതെ. ഇടപെടണം എന്ന് പറഞ്ഞാൽ മോഡി ശക്തമായിട്ട് തന്നെ ഇടപെടുന്നു എന്നുള്ളതാണ് അതിനകത്ത്. ഇത് ഉം, ഉം, കൂടുതൽ ഉം, സൈനികരെ അവിടെ വിന്യസിച്ചുകൊണ്ട് ഇപ്പോഴീ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ജമ്മു കാശ്മീരിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുക, 18-ാം തീയതി അവിടെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീർ. അപ്പൊ നമ്മുടെ ഈ ആസാം റൈഫിൾസ് പോലെ ഉള്ള ആസാം റൈഫിൾസിനെ അവിടുന്ന് ആസാമിൽ നിന്ന് നമ്മൾ പിൻവലിച്ച് കാശ്മീരിലേക്ക് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഈ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഉം, അവിടുത്തെ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ്, പ്രത്യേകിച്ച് ഈ വനമേഖലയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്കുകളൊക്കെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീകരന്മാർ. ആ ഭാഗത്തേക്ക് ഈ അസാം റൈഫിൾസിന് കുറച്ചുകൂടി എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയും, കാരണം അവർ വനമേഖലയിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് ആയതുകൊണ്ട്. അപ്പൊ അവരങ്ങോട്ട് പോയ ആ സമയവും എല്ലാം കൂടെ നോക്കിക്കൊണ്ട്, അത് കാശ്മീരിലേക്ക് നമ്മുടെ സേനകളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിയുന്ന സമയത്ത് തന്നെയാണ് ഈ മണിപ്പൂരിൽ ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ വിദേശ ഏജൻസികൾ നടത്തുന്ന നീക്കം തന്നെയാണ് ഈ സാധനം. ഉം, കാരണം ഉം, മണിപ്പൂർ സമാധാനത്തിലേക്ക് പോകുന്നതിന് ചർച്ച പുരോഗമിക്കുന്ന വേളയിലാണ് ഒന്നുമില്ലാതെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഈ ഡ്രോൺ ആക്രമണം, മിസൈൽ ആക്രമണം നടത്തി രംഗം കുളവാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സേനകളുടെ മുഴുവൻ ശ്രദ്ധയും കാശ്മീരിലേക്ക് പതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അടുത്ത നീക്കം നടക്കുന്നത്. മൂന്നാമത്, ബംഗ്ലാദേശിൽ സംഘർഷം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും ഇതിന്റെ ഒരു ആക്കം കൂട്ടുന്നത്. അതായത് കഴിഞ്ഞ കുറെ അതെ. നാളായി ധനുഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ബംഗ്ലാദേശിലെ ആ സംഘർഷത്തിന് ശേഷം കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കം പറഞ്ഞത് എന്താണ്? ഉം, ഇന്ത്യ ബംഗ്ലാദേശായി മാറുന്നു, എപ്പോഴും അതെ. ബംഗ്ലാദേശ് നടക്കുന്നു. ഇനി ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട മറ്റൊരു വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് കഴിഞ്ഞ ആഹ്, ഒരു 3 മാസത്തിൽ താഴെ കൊണ്ട് ഇന്ത്യയിൽ 18 തീവണ്ടി അട്ടിമറി ശ്രമങ്ങളാണ് നടന്നത്. കഴിഞ്ഞ ഉം, ഒരാഴ്ചക്കുള്ളിൽ 3 തീവണ്ടി അട്ടിമറി ശ്രമങ്ങൾ നടന്നു. ഇന്നലെ ഉം, ജോധ്പൂരിൽ നടന്നു, രാജസ്ഥാനിൽ അജ്മീറിൽ, രാജസ്ഥാനിൽ അജ്മീറിൽ നടന്നു, UP-യിൽ നടന്നു, ലക്നൌവിൽ നടന്നു, അതുപോലെ തന്നെ രാജസ്ഥാനിൽ മറ്റൊരു സ്ഥലത്ത് നടന്നു. അങ്ങനെ 18 ട്രെയിൻ അട്ടിമറി നീക്കങ്ങളാണ് നടന്നത്. എന്നിട്ട് വാർത്ത പോകുന്നത് എങ്ങനെയാണെന്ന് ധനുഷ് കണ്ടോ? ഈ ഉം, സിമന്റ് കട്ട റെയിൽവേ ട്രാക്കിൽ പൊക്കി വെച്ചിട്ടാണ് ട്രെയിൻ തടയുന്നതെന്നാണ് വാർത്ത പോകുന്നത്. ഈ സിമന്റ് കട്ട ഉം. ധനുഷ് കണ്ടിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ നാഷണൽ മീഡിയാസ് ഈ സിമന്റ് കട്ട കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന്. വലിയ രീതിയിലുള്ള 70 കിലോഗ്രാം തൂക്കം വരുന്ന 70 കിലോ വരുന്ന വലിയ ത്രികോണാകൃതിയിലുള്ള ഒരു സിമന്റ് രൂപത്തെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ട്രെയിൻ അട്ടിമറിക്കാൻ. അതല്ലാതെ ഈ തീർച്ചയായും. വാർത്ത കാണുമ്പോൾ നമ്മൾ കരുതും ഈ നമ്മുടെ വീട് പണിക്ക് ഉപയോഗിക്കുന്ന ഏതോ കട്ട പൊക്കി ട്രാക്കി വെച്ചതാണെന്ന് തോന്നും. ഇതാണ് നമ്മുടെ ഒരു രീതി. ഒന്നുകിൽ അതിന്റെ പിക്ചർ കാണിക്കാൻ നമ്മൾ തയ്യാറാകണം, ഏതാണ് അവിടെ ട്രെയിൻ ഉം. അട്ടിമറിക്കാനായി ഉപയോഗിച്ചത്. ഏതായാലും 70 കിലോ ത്രികോണാകൃതിയിലുള്ള ഒരു വലിയ, അതായത് വേറൊന്നിനും ഉപയോഗിക്കാൻ കഴിയാതെ ഇതിനു വേണ്ടി മാത്രം ഉം. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം പൊക്കി റെയിൽവേ ട്രാക്കിൽ വെക്കണമെങ്കിൽ ഉം. ഉം. എന്തായാലും ഈ ഉം. പറയുന്ന സാധനം സ്വയം ഓടി വന്ന് റെയിൽവേ ട്രാക്കിൽ കിടക്കത്തില്ല. അതിനൊരു വലിയ അതെ. ആൾബലം വേണം ഇത് പൊക്കി അവിടെ കൊണ്ട് വെക്കണമെങ്കിൽ. ഈ 70 കിലോ ഉള്ള സാധനം പൊക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 6 7 പേരെങ്കിലും വേണം, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. കാരണം അത് ഉം. അതിന്റെ ഒരു നിർമ്മാണ ഉം. രീതി അങ്ങനെ. 70 കിലോ ആണെന്ന് തോന്നില്ല, അതിൽ കൂടുതൽ ഒരുപക്ഷെ ഉണ്ടാകും. അങ്ങനെയുള്ള സാധനങ്ങളാണ് പൊക്കി വെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഉം. ഭീകരവാദികൾ എല്ലാ കാലത്തും ചെയ്യുന്ന സാധനം. കാരണം ഈ ബോംബ് ബ്ലാസ്റ്റിംഗ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞ റിസ്ക് ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്. ഇന്ത്യയിൽ അത് നടക്കുക വലിയ പാടാണ്. കാരണം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനമാണ്? വലിയ മുതൽ മുടക്കില്ലാതെ തീവണ്ടി അപകടം കണക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കി നൂറുകണക്കിന് പേരെ കൊല്ലുക. അതിന്റെ ഒരു അതായത് ഒന്ന് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ചില സൂചനകൾ ഇപ്പൊ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ഉം. സംഭവം ഉണ്ടാക്കുക, അങ്ങനെ രാജ്യത്തിന്റെ നിന്നുള്ളൊരു പ്രതിഷേധം രാജ്യം ഭരിക്കുന്നവർക്കെതിരെ ഉണ്ടാക്കുക, ഒരു കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതിനെല്ലാം പ്രചോദനമായിട്ടിരിക്കുന്നത് ബംഗ്ലാദേശാണ്. ഇതെല്ലാം ഉം. കൂട്ടി വായിക്കപ്പെടേണ്ട സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ശക്തമായ നടപടി എടുക്കണമെന്നൊരു അഭിപ്രായമുള്ള ഉം. ഒരാളാണ് ഞാൻ. ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനവും തയ്യാറാകും. കാരണം അമ്മാതിരി അതെ. വൃത്തികേടുകളാണ് അവിടെ നടക്കുന്നത്. ഒരു തവണ ഉം. മണിപ്പൂരിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ധനുഷ് ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. അവിടെ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് കയ്യും കണക്കുമില്ല. പോകുന്ന വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് എക്സ്ട്രാ പൈസ ചോദിച്ചു കളയും, ഇതുവഴി ഉം. പോകുന്നതിന് പൈസ. ഉം. ഒന്നാമത്തെ കാര്യം, നമുക്ക് അവിടെ പോകണമെങ്കിൽ എക്സ്ട്രാ പാസും കാര്യങ്ങളും ഒക്കെ എടുക്കണം, വലിയ നൂലാമാലയാണ്. അപ്പൊ ആ ഉം. പോകുന്നതിന് പെർമിഷനും ഒക്കെ ഉണ്ടാകണം. പോയി ഇപ്പോഴും കഴിഞ്ഞു ഉണ്ടോ കഴിഞ്ഞാല് എക്സ്ട്രാ പാസ് ഒക്കെ എടുത്ത് പോകേണ്ട അവസ്ഥ? അല്ല, നമ്മളില്ലെങ്കിൽ തന്നെ സ്വാഭാവികമായും ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനക്കാർക്ക് അവിടുന്ന് ഒരു പാസ് എടുക്കണം. അതായത് നമ്മൾ 7 ദിവസത്തിൽ കൂടുതൽ അവിടെ തങ്ങില്ല എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അത് നേരത്തെ മുതൽ ഉണ്ടായിരുന്ന ഒരു നിയമമാണ്. അത് സ്വാഭാവികമായി സർക്കാരിന്റെ ഒരു സംവിധാനമാണെന്ന് പറയാം. ഈ യാത്ര നമ്മൾ പോയിട്ട് നമ്മൾ ഇച്ചിരി ഉൾവഴിയിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ ഈ പിന്നെ തടിയുടെ ഒക്കെ ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കുന്നതാണ്, ഈ മറ്റേ തടി ഉം. ഉം. അതെ, കൊണ്ടുണ്ടാക്കിയിരിക്കും. അതെ, അതെ. അവിടെ നിർത്തിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് പൈസ വാങ്ങുകയാണ്. ഇതുവഴി കടന്നു പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം ഉം. എന്ന്. കാരണം ഇതൊക്കെ ഉം. റിമോട്ട് ഏരിയാസിലാണ് കൂടുതലും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്തിനാണ് റിമോട്ട് ഏരിയാസിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യമാണ്, റിമോട്ട് ഏരിയാസിലേക്ക് പോകാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയൊക്കെ ഉള്ളതില്ല. അതാണ് അത് ഉം. ഒരു സംഭവം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഈ മണിപ്പൂർ നടക്കുന്നതിന് തീവ്രവാദം എന്ന് തന്നെ പറയാൻ കഴിയും, തീവ്രവാദി ഉം. പ്രവർത്തനം തന്നെ പറയാൻ കഴിയും. കാശ്മീരിന് പിന്നാലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മണിപ്പൂരാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു മണിപ്പൂരിലെ ഈ കാര്യങ്ങൾ അടിച്ചൊതുക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും നാഗാലാൻഡ് ഉൾപ്പെടെയുള്ളിടത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ഒരു താക്കീതായിട്ട് അത് മാറും. അതാ ഞാൻ അതെ. പറഞ്ഞത്, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ധനുഷ് ശ്രദ്ധിക്കുക. മ്യാൻമാറിൽ ആഭ്യന്തര ഉം. കലാപം രൂക്ഷമായിരിക്കുന്ന സാഹചര്യം, ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമായിരിക്കുന്ന സാഹചര്യം, രാജ്യത്തിന്റെ ഫോഴ്സിന്റെ ശ്രദ്ധ കാശ്മീരിലേക്ക് തിരിയുന്ന സാഹചര്യം, ഈ മൂന്ന് കാര്യം നിൽക്കുമ്പോഴാണ് ഇവിടെ ട്രെയിൻ അട്ടിമറി ശ്രമം നടക്കുന്നത്. ഒപ്പം തന്നെ മണിപ്പൂരിൽ ഈ വിഷയം ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ ഉം. പാർട്ടിയിലെ പല നേതാക്കളും പറയുന്നത് ഇതൊരു ബംഗ്ലാദേശായി മാറുമെന്ന് പറയുന്നത്. അതായത് വ്യക്തമായ ഒരു അജണ്ട, ഒരു പ്ലാനിങ് ഈ രാജ്യത്ത് നടക്കുന്നു. ഈ രാജ്യത്തെ ഉം. അസ്ഥിരപ്പെടുത്തുവാനും അതിനൊരു ഒരു ഭാഗമാണ് മണിപ്പൂർ. മണിപ്പൂരിനെ ഒരു ടൂളായി കാണുന്നു. ഒരു ടൂള് അതെ. മണിപ്പൂരാണ്. മറ്റത് നമ്മുടെ അതെ. രാജ്യത്ത് ദുരന്തം ഉണ്ടാക്കി, ട്രെയിൻ അപകടങ്ങളൊക്കെ ഉം. ദുരന്തം ഉണ്ടാക്കി മറ്റൊരു ടൂളാണത്. ഇതാണ് ഇവിടെ ഉം. നടക്കുന്ന ഒരു കാര്യം. അതെ, മണിപ്പൂര് വഴി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. മണിപ്പൂര് വഴി നമ്മുടെ രാജ്യത്തിൽ വലിയൊരു കലാപത്തിലേക്ക് കടക്കാനുള്ള ക്ഷുദ്രശക്തികളുടെ ശ്രമമാണ് നടക്കുന്നത്. അറിയാലോ, നോർത്ത് ഈസ്റ്റ് ആണ് അവരുടെ ലക്ഷ്യം. നോർത്ത് ഈസ്റ്റ് അവർക്ക് നമ്മുടെ ചിക്കൻ നെക്കിനെ അടർത്തിയെടുത്ത് പിരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു അപ്പർ ഹാൻഡ് അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, രാജ്നാഥ് സിംഗ് സൈന്യത്തോട് റെഡിയായിരിക്കാനൊക്കെ പറഞ്ഞത് നമ്മുടെ ചിക്കൻ നെക്ക് വൈഡൻ ചെയ്യാനുള്ളൊരു സെറ്റപ്പിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ ഒരു പ്രത്യാശിക്കുന്നു. കാരണം ചിക്കൻ നെക്ക് വൈഡൻ ചെയ്യണം, മറുപടി ശക്തമായിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മണിപ്പൂരിൽ കേന്ദ്രസേന അംഗങ്ങൾ 2000 പേരെ കേന്ദ്രം ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിചേട്ടൻ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞു. അടുത്ത 5 ദിവസം മണിപ്പൂരിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങൾ എവിടെ നടന്നാലും സന്ധി ചെയ്യാതെ അതിനെ അടിച്ചൊതുക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു രാജ്യത്തിനും ഭൂഷണം. അവരുമായിട്ട് ചർച്ചയൊന്നുമില്ല, ചർച്ച ചെയ്യാനേ പാടില്ല തീവ്രവാദികളുമായിട്ട്. ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട്, നിങ്ങൾ ആദ്യം തീവ്രവാദം അവസാനിപ്പിക്കുക, അത് കഴിഞ്ഞാവാൻ ചർച്ച.
എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം ഉണ്ടെങ്കിൽ ചർച്ചയും കുഴപ്പമൊന്നുമില്ല. അടി, അതിപ്പോ തീവ്രവാദി എവിടെ ഇരുന്നാലും അടിച്ചൊതുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അടിച്ചൊതുക്കാൻ സാധിച്ചില്ലെങ്കിൽ വധിച്ചേക്കുക, അത് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അടുത്ത 5 ദിവസത്തിൽ മണിപ്പൂരിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ ബിച്ചേട്ടാ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.